ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ ബഡ്. ഇന്ന് നമുക്ക് മൂൺ ഗോഡസിൻ്റെ ഒരു ഡിസൈന് ചെയ്ത് നോക്കാം. ഇത് സ്ലീവ്സിലാണ് കേട്ടോ ഈ ഹാൻഡ് വർക്ക് വരുന്നത്. അപ്പം ഞാൻ തുണി മാർക്ക് ചെയ്ത് വെച്ച് ഫ്രെയിമിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലവറിന് വേണ്ടി ഞാനൊരു പേപ്പറിൽ ജസ്റ്റ് ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് കട്ട് ബീഡ്സ്, അതേപോലെ പിന്നെ എടുക്കുന്നത് 5mm ഒരു ബീഡാണ് കേട്ടോ. അതെല്ലാം ആൻറ്റിക്കിൻ്റെ ഷെയ്ഡുള്ള ബീഡ്സാണ്. പിന്നെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാണ് നമ്മുടെ നൈലോണിൻ്റെ ത്രെഡ് യൂസ് ചെയ്യുന്നവർ അയൺ ചെയ്യുമ്പോഴത്തേനും അത്രയും സൂക്ഷിച്ച് മാത്രം അയൺ ചെയ്യുക, അല്ലെങ്കിൽ ഉരുകിപ്പോവും. നൈലോണിൻ്റെ ത്രെഡ് ഹാൻഡ് വർക്ക് ഫുള്ളി വേസ്റ്റായി പോവും. പിന്നെ ഇതാ കറക്റ്റ് ഞാൻ സെൻറ്ററിൽ വെച്ചിട്ട് ആ പൂവിൻ്റെ ഫ്ലവർ ഒന്ന് ജസ്റ്റ് റൗണ്ടായിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ എത്ര ഫ്ലവറാണോ നമുക്ക് വേണ്ടത് അതേ രീതിയിൽ നമുക്കിതിൽ വരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു ഷെയ്ഡ് കളറ് ലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ആൻറ്റിക്കിൻ്റെ ബീഡ് തന്നെ ചൂസ് ചെയ്തത് കേട്ടോ. ഗോൾഡ് ആയാലും ആൻറ്റിക്കിൻ്റെ ബീഡിൻ്റെ അത്രയും തന്നെ ലുക്ക് കിട്ടാനായിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതേപോലെ നമ്മളൊരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് നമുക്ക് ആ ഷേപ്പിൽ തന്നെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരു കയ്യിലിപ്പോൾ വലുതും മറ്റൊരു കയ്യിൽ ചെറുതുമായി പോയാൽ ഭംഗി കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ടോട്ടലി 5 ഫ്ലവറാണ് ചെയ്തെടുത്തത്. എന്നിട്ട് ജസ്റ്റ് പെറ്റൽസ് പോലെ ഞാനൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് താഴോട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് അപ്പുറത്തെ കയ്യിലും ഇതേ മെഷർമെൻറ്റ് തന്നെ ആയിരിക്കണം കേട്ടോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ആദ്യം ആ 5mm ബീഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അതിന് ചുറ്റും ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് ഫ്ലവറിൻ്റെ ഔട്ട്ലൈന് കട്ട് ബീഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഇൻസൈഡ് നമ്മുടെ പെറ്റൽസിൻ്റെ ഇൻസൈഡ് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ കാണുന്നത് പോലെയല്ല, ഒരു ഫ്ലവർ ഫില്ല് ചെയ്തെടുക്കണമെങ്കിൽ നല്ല ടൈം എടുത്തു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ എന്തോ എടുത്തു. ഞാൻ അത്ര സ്ലോ ആയതുകൊണ്ട് 3-3.5 മണിക്കൂർ എടുത്തു കേട്ടോ. ഒരു സ്ലീവ് മാത്രം എനിക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് ഫില്ല് ചെയ്താൽ നിന്നിപ്പോൾ നല്ല ടൈം പോയി. അപ്പോൾ അങ്ങനെ അതേപോലെ പെറ്റൽസ് ആദ്യം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിന് ഇൻസൈഡിൽ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. താഴേക്ക് ആ ലൈനിലും കട്ട് ബീഡ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്താ പറയുക, ചെറിയ ചെറിയ ലീവ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഈ ഫ്ലവർ ഫില്ല് ചെയ്യുന്നതിന് മാത്രമാണ് കുറച്ച് ടൈം എടുക്കുന്നത് കേട്ടോ. ഇടവിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു ലീഫ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഇൻസൈഡ് ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
ഇതേ രീതി തന്നെയാണ് എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് എൻ്റെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ ഒരു ചെറിയ ഫ്ലവർ മോഡൽ സ്പ്രെഡിങ്സ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 5mm ബീഡ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. സെൻറ്ററിൽ ഒരു ബീഡ്സ് വെച്ചിട്ട് അതിന് ചുറ്റും ആ ബീഡ്സ് വെച്ചിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം കേട്ടോ.
സ്പ്രെഡിങ്സ് ആയിട്ട് സ്ലീവ് മൊത്തം ചെയ്ത് കൊടുക്കാം. അതേപോലെ ടോപ്പിൻ്റെ ചെസ്റ്റ് പോർഷനിൽ മാത്രം ഇതേ രീതിയിൽ ഫ്ലവർ സ്പ്രെഡിങ്സ് ആയിട്ട് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. 5mm ബീഡ് ആയതുകൊണ്ട് തന്നെ അല്പം വലുതാണ് ഫ്ലവർ. അതേപോലെ എന്താ പറയുക, നല്ല ഫുൾ കവറായി നിൽക്കും നമ്മുടെ സ്ലീവിൻ്റെ വർക്ക് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് സ്ലീവിൻ്റെ വർക്ക് ഇതാ കംപ്ലീറ്റ് ആയി. ഇതേ രീതിയിൽ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇത് സ്റ്റിച്ചിങ് കൂടെ കഴിയുമ്പോഴേ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി ചെസ്റ്റ് പോർഷനിൽ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് വിത്തിനും നീളത്തിനും അനുസരിച്ച് 2 സൈഡിലും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. 2 സൈഡിലും സെയിം ആയിരിക്കണം. ഏരിയയും കുറഞ്ഞു പോയാൽ ആ ഹാൻഡ് വർക്കിൻ്റെ ലുക്ക് തന്നെ മാറും കേട്ടോ. അപ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് മാത്രം ചെയ്യുക. നെക്ക് ഞാൻ ഓൾമോസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ 5mm ബീഡ് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തു. അതിന് ചുറ്റിനും ആ ബീഡ് വെച്ചിട്ട് തന്നെ കൊടുക്കുവാണ് കേട്ടോ. പിന്നെ ഒരു ബീഡ് ഈ 5mm സ്റ്റിച്ചും പിന്നെ ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറും ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവറിനും സെൻറ്ററിൽ 5mm ബീഡ് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എന്നിട്ട് പിന്നെ 5mm ബീഡ്, വീണ്ടും ഷുഗർ ബീഡ്സ്, അങ്ങനെയാണ് കേട്ടോ ഞാൻ മാച്ച് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പോൾ 5mm ബീഡ് മാത്രം മതി. എന്നാലും ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു വ്യത്യാസത്തിൽ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഫുള്ളി ചെയ്തെടുക്കുന്നത്.
ദാ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ട് ഔട്ട്ലുക്ക് കണ്ടാലോ. ഇതാണ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. അപ്പോൾ എപ്പോഴും സ്ലീവ്സിൻ്റെ എൻഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതേപോലെ ലൈക്ക് ചെയ്തേക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നിടം വരെ ബൈ.